ദീപായസ് പണിക്കർ ഹിയർ ഇൻസൈഡ് മൈ ഹൗസ് സഹദേവ മന്ദിരം ഓലട്ടിയമലം പിയുമായിരിക്കും. ഇവിടെ ഒന്നും ഒരാളും ഇല്ല, ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇവളുമാർക്ക് ഭയങ്കര, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ഇപ്പം പ്രീതായസ് പണിക്കറിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇവളുമാർക്ക് ഭയങ്കര ദർബാർ, അമ്മയ്ക്കും മക്കൾക്കും ഭയങ്കര ശനി ഞായറെല്ലാം വലിയ അമ്മ മഹാറാണിമാർ പാലക്കാടോട്ട് പോവും, പാലക്കാട് സ്വന്തം വീട്ടിലൊക്കെ പോയി തിരിച്ചു വരും, വലിയ മണിമാളികയൊക്കെ റെൻറ്റിനെടുത്ത് ഇങ്ങനെ താമസിക്കുക, ഇതൊക്കെയാണ് ഇവളുമാരുടെ. അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നിട്ട് അപ്പം പിന്നെ നമ്മളെ പീഡിപ്പിക്കുക, നമ്മളെക്കുറിച്ച് ആണുങ്ങളുടെ കഥകളുണ്ടാക്കി ഇതാക്കുക. രാജമ്മ ഇവളും കൂടെ രാജമ്മ ഇവളും ഈ സോമരാജൻ ഇവർക്കൊക്കെ നല്ല ബന്ധമാണ്, സുബ്രഹ്മണ്യന്. അപ്പോൾ ഇവിടെ രാജമ്മ ഇവിടെ പറഞ്ഞ് ഇവിടെ നിൽക്കേണ്ട പൊക്കോളാന്ന് പറഞ്ഞപ്പോഴത്തേന് ഉടനെ മെമ്പറിനെ വിളിച്ച്, പക്ഷേ ഇവിടെ അടുത്തുള്ളവരാണ് മെമ്പറിനെ വിളിച്ചത്, രാജമ്മയുടെ വലിയ ആൾക്കാർ. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. സോമരാജൻ, നിൻ്റെ അമ്മയുടെ അനിയത്തി അടിച്ചിറക്കില്ലയോ? ഇവളാരാ അനിയത്തി ഇവിടെ കയറി താമസിക്കാൻ? എൻ്റെ അമ്മയുടെ അനിയത്തി ഇവിടെ കയറി താമസിക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പം ഞാൻ രാജസ്ഥാൻ എൻ്റെ മുക്കുമ്മിൻ്റെ വീട്ടിൽ പോയി താമസിക്കുമ്പം അവിടെ വന്ന് എൻ്റെ അനിയത്തി എന്ന് പറയുന്നവർക്ക് താമസിച്ചേച്ച് അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ ചോദിക്കാനും പറയേണ്ട കാര്യമുണ്ടോ? അവൾക്ക് അവിടെ പോകുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതെൻ്റെ അച്ഛൻ്റെ വീട്. എൻ്റെ അച്ഛൻ ഞാൻ കല്യാണം കഴിച്ച എൻ്റെ അമ്മയാണ്, രത്നമ്മ വീക്ക്, അല്ലാതെ രാജമ്മയല്ല. രാജമ്മ ഇവിടെ ചുമ്മാ അട്ടിപ്പേറ് കിടന്നേ ഉള്ളൂ. ഇവളാരാ ഇവിടെ വന്ന് താമസിക്കാൻ? ഇവളിവിടെ വന്ന് അട്ടിപ്പേറ് കിടന്നേ ഉള്ളൂ. ഇവളാരാ ഇവിടെ കയറി ഒന്നുമില്ല. ചോദിക്കുന്നതാണ് എൻ്റെ അച്ഛൻ്റെ ഇവന്മാർ ചോദിക്കുന്നതാണ്, അനിയന്മാരെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവന്മാർ, അല്ലാതെ എൻ്റെ അച്ഛൻ്റെ അനിയന്മാരും ഒന്നുമല്ല. എൻ്റെ അച്ഛൻ ഒരിക്കലും കണ്ടിട്ടുമില്ല. ചോദിക്കുകയാണ് രാജമ്മ അടിച്ചിറക്കി വിട്ടില്ലയോ എന്ന്. അപ്പോൾ ഇവരാണ് മെമ്പറിനെ വരുത്തിയത്. മെമ്പർ വരുമ്പോഴത്തേനും എന്തോ വിചാരിച്ച്, മെമ്പർ എന്താ വിചാരിച്ചാൽ നിയമം അറിയത്തില്ല. ഇവന്മാർക്ക് നിയമം എന്തുവാന്ന് അറിയത്തില്ല, അതാണ് ഈ കുഴപ്പം. ഇവന്മാർ പലതും ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക, പല പല കാര്യങ്ങൾ. അപ്പോൾ ഇവന്മാർക്ക് നിയമം അറിയാത്തതുകൊണ്ട് ഇവന്മാർ കുറേ ഗൂണ്ടായിസം കാണിക്കുന്നതൊക്കെ അങ്ങ് നിയമമാണെന്നാണ് ഇവന്മാരുടെ വിചാരം. നമ്മൾ നിയമത്തിൻ്റെ ഇതിൽ തന്നെയാണ്, നമ്മൾ നിയമം പഠിച്ചതാണ്. നിയമം എന്തൊക്കെയാണെന്നും എന്തൊക്കെ ചെയ്യരുതെന്നും നല്ല ഉത്തമമായ ബോധ്യമുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ശരിക്കും നല്ല ഉത്തമ ബോധ്യമുണ്ട് നിയമപരമായിട്ട് എന്ത് ചെയ്യാം എന്ത് ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇന്നുവരെയും ചെയ്തിട്ടുള്ളത്, അല്ലാതെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവന്മാരാണ് നിയമവിരുദ്ധമായിട്ട് പലതും ചെയ്തിട്ടുള്ളത്. അപ്പോൾ സോമരാജനൊന്നും എൻ്റെ അച്ഛൻ്റെ ജീവിച്ചിരുന്നപ്പോഴേ ഇവന്മാരൊന്നും, എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങളെന്ന് പറയുന്നവർ വന്ന് കല്യാണം വിളിച്ച്, സുമതി എന്ന് പറയുന്നവർ വിളിച്ചപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു മോടെ കല്യാണമെന്ന് പറഞ്ഞപ്പം എൻ്റെ ഏത് മോളെന്ന് ചോദിച്ചു. അപ്പോഴേ അവർ തിരിച്ചിറങ്ങി പോവുകയും ചെയ്തു. അപ്പം മനസ്സിലായല്ലോ എൻ്റെ അച്ഛൻ്റെ ബന്ധം എന്താണെന്നുള്ളത്. അതുപോലെ എൻ്റെ അച്ഛനെ പീഡിപ്പിച്ചതാണ് ഇവിടെ. ഈ 9 സെൻറ്റിൽ ഇങ്ങനെ ഇവിടെയും ഇപ്പം ഇതാക്കിയിരിക്കുന്ന ഇവിടെ മുള്ളുവേലിക്കകത്ത് എൻ്റെ അച്ഛനെ ഇട്ടതാണ്. എൻ്റെ അച്ഛൻ്റെ എല്ലാം തിന്നേച്ചത് നല്ല ശരിക്ക്.